ഈ പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ച ഉടനെ ഡൽഹിയിലെ ഹൈക്കമാൻഡുമായിട്ട് നടത്തിയ ഒരു മുഖാമുഖം അത് വാസ്തവത്തിൽ ഒരു പൊല്ലാപ്പായി മാറുകയാണ് ഉണ്ടായത്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ സണ്ണി വക്കീൽ അടക്കമുള്ളവർക്ക് തോന്നുന്നുണ്ടാവും. കാരണം അതിലേക്ക് മുൻ KPCC പ്രസിഡന്റുമാരെ കൂടെ വിളിച്ചിരുന്നു. PM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ K മുരളീധരൻ, ഇവരാരും പോയില്ല. K സുധാകരൻ പോലും പോയില്ല. വാസ്തവത്തിൽ മറ്റു 3 പേര് പോയില്ലെങ്കിലും സുധാകരൻ പോകേണ്ടതല്ലയോ? അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പടക്കുതിരിയായിട്ട് നിൽക്കുമെന്നാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ കണ്ടില്ല. അദ്ദേഹം പോകുമെന്ന് പറഞ്ഞിരുന്നതാ. പിറ്റേന്ന് ഉച്ചയ്ക്ക് കൊച്ചി വഴി പോകുമെന്ന് പറഞ്ഞു. പക്ഷെ പോയത് കണ്ണൂർക്കാം. അദ്ദേഹം കൈവച്ച് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു സണ്ണി ജോസഫിനെ. എങ്കിലും അദ്ദേഹം അസംതൃപ്തനാണ് എന്നുള്ളതിന് ഇതിൽ പല ഒരു തെളിവ് വേണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ടിയിരുന്നു. ഇപ്പൊ ഡൽഹിയിൽ പോയിട്ട് മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും കണ്ട് സംസാരിച്ചിട്ട് എന്ത് നേടാനാ? അല്ലെങ്കിൽ എന്ത് പ്രത്യേക നേട്ടമാണ് ഉണ്ടായത്? അവരുടെ ഒരു അനുഗ്രഹങ്ങൾ, അംഗീകാരം, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ അതൊക്കെ സ്വീകരിക്കുന്ന നല്ലതാണ്. പക്ഷെ എന്തായി? വെളുക്കാൻ തേച്ചത് പാണ്ടായി. KPCC പ്രസിഡന്റുമാര് പോവാതിരുന്നത് വലിയ പ്രശ്നമായി. പ്രത്യേകിച്ച് അവിടെ സണ്ണി ജോസഫിന്റെ കയ്യിലേക്ക് ബാറ്റൻ കൈമാറേണ്ട പടിയിറങ്ങിയ പ്രസിഡന്റ് പോലും പോയില്ല എന്നുള്ളത് അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കിയത്. സ്ഥാനമേറിയാണെങ്കിൽ 6-7 MP മാരുണ്ടായിരുന്നില്ല. അതൊരു ചർച്ചാ വിഷയമാകുന്നു. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് MP മാരെ കൺസൾട്ട് ചെയ്യുന്ന രീതി ഒരു അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. ഒരു 3-4 അല്ലെ 5 വർഷങ്ങളെ ആയിട്ടുള്ളൂ കേരളത്തിലുള്ള MP മാരെ കൺസൾട്ട് ചെയ്യുക. പണ്ടത് ഉണ്ടായിരുന്നില്ല. പണ്ട് ഗ്രൂപ്പിന്റെ പ്രതിനിധികളാണ്. ഇപ്പോൾ ഇവിടെ ഈ MP മാരെ കൂടെ കൺസൾട്ട് ചെയ്യും, അവരോടൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും. പക്ഷെ ഈ PCC പ്രസിഡന്റിനെ നിശ്ചയിച്ച കാര്യത്തില് അവരോട് ആരെങ്കിലും കമാന്ന ഒരക്ഷരം ആരെങ്കിലും മിണ്ടിയതായിട്ട് ഒരു തെളിവുമില്ല. അവരാരും പറയുന്നില്ല. എങ്കിൽ വരുമല്ലോ. ഈ ഇന്ദിരാഭവനിൽ നടന്ന ഈ ആവേശക്കടലിന്റെ നടുവിലേക്ക് അവരും വന്ന് നിൽക്കേണ്ടതാണല്ലോ. അപ്പൊ അവരോടൊന്നും കൺസൾട്ട് ചെയ്തിട്ടില്ല. അവർക്കൊരു പ്രതിഷേധമുണ്ട്, സ്വാഭാവികമാണ്. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹത്തിന് ചില പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. അതിങ്ങനെ KPCC ആഫീസിന്റെ ഭിത്തിയിൽ നോക്കുമ്പോൾ അവിടെ മുഴുവൻ KPCC പ്രസിഡന്റുമാരുടെയും ചിത്രമുണ്ട്. പക്ഷെ ഒരു ദളിത് അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരു പ്രസിഡന്റിനെ കണ്ടില്ല. അദ്ദേഹം പറഞ്ഞില്ല, പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് അതാണ്. അവർക്ക് ഇതുവരെ ഒരു പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. എല്ലാ പ്രസിഡന്റുമാരെയും പുള്ളി ഇങ്ങനെ ആ ഭിത്തിയിൽ മുഴുവൻ നോക്കിയിട്ടും അങ്ങനെ ഒരാളെ കണ്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ എഴുന്നള്ളിക്കേണ്ട ഒരു കാര്യമാണോ? ഒരു പുതിയ പ്രസിഡന്റ് ചുമതലയേക്കുക അവിടെയാണോ ഇത് പറയേണ്ടത്? അല്ലെങ്കിൽ തന്നെ കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹത്തെ നമ്മൾ വെറും ഒരു ദളിത് നേതാവായിട്ടൊന്നും മാറ്റി നിർത്തണ്ട. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാന നേതാവാണ്. 7-8 തവണ MP ആയിട്ട് ജയിച്ച ഒരാൾ. ഒരു തവണ മറ്റേ തോറ്റിട്ടുള്ളൂ. കേന്ദ്രമന്ത്രിയായിരുന്നു. ഇപ്പൊ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ അങ്ങനെ ഒരു കള്ളിയിലൊന്നും പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പോലെ മറ്റ് ദളിത് നേതാക്കളെ വളർത്തിക്കൊണ്ട് വരിക എന്ന ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടോ? അതൊന്നും ആലോചിക്കേണ്ടതല്ലേ? ഈ കഴിഞ്ഞ മാർച്ചില് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ ഹൈക്കമാൻഡുമായിട്ടൊരു ചർച്ച നടത്തിയല്ലോ. അവിടെ ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധി ചോദിച്ചു, നിങ്ങളൊക്കെ ആരെയെങ്കിലും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ? പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത്, അന്യത വളരെ സന്തോഷകരമായിട്ട് തീരേണ്ട ഒരു ചടങ്ങില് ഇത്തരത്തിലുള്ള പരാമർശങ്ങള്, പരാതികള് പിന്നീട് പിറ്റേ ദിവസം നടക്കുന്ന ഹൈക്കമാൻഡുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടുനിൽക്കുന്നത്, ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ, ജനങ്ങൾക്ക് എപ്പോഴും കോൺഗ്രസിൽ എന്ത് സംഭവിച്ചാലും സംശയമാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് അടക്കം ഒരു ഐക്യമില്ലായ്മയുടെ ഒരു അന്തരീക്ഷം എപ്പോഴും അങ്ങനെ കനത്തു നിൽക്കും കോൺഗ്രസിൽ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയേണ്ടതായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ നേതൃത്വം ഒരു ടീമായിട്ട് മുന്നോട്ട് പോയാൽ അവർക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ MP മാരൊന്നും പിണങ്ങിയതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കേണ്ട. അല്ലെങ്കിൽ ചില മുൻ PCC പ്രസിഡന്റുമാരെ ചെന്നില്ല, വേണ്ട. അവരിലെങ്കിലും കാര്യങ്ങൾ നടക്കുമല്ലോ, കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. സുധാകരന്റെ കാലത്തുണ്ടായ നേട്ടങ്ങള് അത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായതാണല്ലോ. ആർക്കും അതിനെ ഇല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിൽ VD സതീശന്റെ ഒക്കെ പങ്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ നേതൃത്വത്തിന്റെ മുമ്പിൽ ഒരു പരീക്ഷണം വരാൻ പോവുക, ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ DCC പ്രസിഡന്റുമാരെ മാറ്റുന്നു എന്നാണ് പറയുന്നത്. എല്ലാവരെയും ഇല്ല, 3-4 കൊള്ളാവുന്ന ആളുകളെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ളവരെ മാറ്റുമെന്ന് പറയുന്നു. അതിന്റെ ഉത്തരവാദിത്വം KPCC പ്രസിഡന്റിനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഹൈക്കമാൻഡ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വ്യക്തി താല്പര്യങ്ങൾക്ക് അതീതമായിട്ട്, പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കോണം, വ്യക്തി താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് ഗ്രൂപ്പ് പോയല്ലോ, ഗ്രൂപ്പ് ഇപ്പൊ ഇല്ലല്ലോ. പക്ഷേ പണ്ട് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരെ കൊല്ലാതെ
തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും താഴെ തട്ടിൽ പാർട്ടിയെ സജ്ജമാക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നതിന് പറ്റിയ DCC പ്രസിഡന്റുമാരെ നിയമിക്കാൻ കണ്ടെത്താൻ മറ്റൊരു പരിഗണനയും കൂടാതെ മെറിറ്റ് മാത്രം, ജാതി മത വർഗ വർണ്ണ ഒരു പരിഗണനയും ഇല്ലാതെ, ഗ്രൂപ്പ് ഒന്നുമില്ലാതെ DCC പ്രസിഡന്റുമാരെ നിശ്ചയിക്കാൻ ഈ പുതിയ സംവിധാനത്തിൽ കഴിയുമോ? പിന്നെ ഇനിയും KPCC ജനറൽ സെക്രട്ടറിമാർ വേണം. ഇവരെയൊക്കെ ഉടനെ നിശ്ചയിക്കേണ്ടതുണ്ട്. സമയമില്ല. കുറെ സമയമെടുത്ത് പലതരത്തിലുള്ള പല തട്ടിലുള്ള ചർച്ച നടത്തി ഇതൊക്കെ തീരുമാനിക്കാൻ സാവകാശമില്ല. അപ്പോ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ KPCC ജനറൽ സെക്രട്ടറിമാരെ നിശ്ചയിക്കാൻ കഴിയുമോ? ഇത് ഇപ്പോഴത്തെ KPCC നേതൃത്വത്തിന് മുമ്പിലുള്ള ഒരു വെല്ലുവിളിയാണ്. അവരുടെ കഴിവ് പരീക്ഷിച്ചറിയാനുള്ള ഒരു ടെസ്റ്റാണ്, പരീക്ഷണമാണ്. കേരളത്തിലേക്ക് നിയോഗിച്ചിരുന്ന കനകോലുവിന്റെ റിപ്പോർട്ട് ഇന്നലെ ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതില് ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലും UDF-ന് കോൺഗ്രസിന് അനുകൂലമായ കാലാവസ്ഥയുണ്ടെന്നും മധ്യ കേരളത്തിൽ അല്പം ദുർബലമാണ് എന്നും പറയുന്നതായിട്ടാണ് വാർത്തകളിൽ കേട്ടതും വായിച്ചതും. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനങ്ങൾ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. എന്താണെങ്കിലും കനകോലു കേരളത്തിലുടനീളം എല്ലാവരെയും കണ്ട്, പലരെയും കണ്ട്, കോൺഗ്രസിലുള്ളവരെയും കോൺഗ്രസിന് പുറത്തുള്ളവരെയും ഒക്കെ കണ്ട് ക്രോഡീകരിച്ചെടുത്ത ഒരു റിപ്പോർട്ടാ. ശരി, അത് നമുക്ക് ശരിയെന്നങ്ങ് വയ്ക്കാം. അപ്പോ ഈ മധ്യ കേരളത്തില് കോൺഗ്രസും UDF ദുർബലമായി നിൽക്കുന്ന ഈ ഇടത്ത് നമുക്ക് പിണറായി വിജയനെ പുറത്തിറക്കണമല്ലോ. LDF-ന് ഈ 3ാം തവണ അധികാരത്തിൽ വരരുതല്ലോ, UDF വരണമല്ലോ. അപ്പോ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മധ്യ കേരളം ശക്തിപ്പെടുത്തണം. അതിന് സണ്ണി ജോസഫ് ആൻഡ് ടീമിന് എന്താണ് ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഓരോരുത്തരുടെയും പരിചയ സമ്പത്തിനെ കുറിച്ച് ഫോട്ടോ കണ്ടാൽ അറിയുമോ, ടെലിവിഷനിൽ കണ്ടാൽ തിരിച്ചറിയുമോ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെ നയിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ മറ്റ് കക്ഷികളുമായിട്ടുള്ള ബന്ധം, ചർച്ചകൾ, കൂടിയാലോചനകൾ. ചിലപ്പോൾ ഈ മധ്യകേരളത്തിലെ ദുർബലാവസ്ഥ മാറ്റുന്നതിന് പുതിയ ചില കക്ഷികളെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ആലോചനകൾ നടത്തേണ്ടി വരും. അവർ വരുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരും. അതിനൊക്കെ ആ പാർട്ടികളുമായിട്ടൊക്കെ സംസാരിക്കാൻ അതിന് ഇന്നത്തെ നേതൃത്വത്തിന് എത്രത്തോളം കഴിയില്ല എന്നല്ല പറയുന്നത്, കഴിയണം. അത് എത്രത്തോളം കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ ഈ പുതിയ നേതൃത്വത്തിന്റെ മുമ്പിലുള്ള ചില വെല്ലുവിളികളാണ്. അവർക്ക് അതിനെയൊക്കെ വളരെ വിജയപൂർവ്വം തരണം ചെയ്യാൻ സാധിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF-ന് ചില പ്രതീക്ഷകൾ ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല.